ജോയിനിങ് സമയത്തിന്റെ കണക്കുകൂട്ടലിൽ അവധി ദിവസങ്ങളിൽ ഏതാണ് ഒഴിവാക്കിയിരിക്കുന്നത്? ഉത്തരം ഞായറാഴ്ച മാത്രം. അഡ്വാൻസ് ഇൻക്രിമെന്റ് അനുവദിക്കാൻ കഴിയുന്നത്? ഉത്തരം സർക്കാരിന്. കേരള സർവീസ് ചട്ടങ്ങളുടെ ഏതു ഭാഗത്താണ് യാത്രാ അലവൻസുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം വോളിയം 1 പാർട്ട് 2. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ 30 ദിവസത്തെ ഏൺ ലീവിന് അപേക്ഷിച്ചിരുന്നു. മേലുദ്യോഗസ്ഥൻ അനുമതി നൽകി. മേലുദ്യോഗസ്ഥന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഉചിതമായ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം മേലുദ്യോഗസ്ഥന്റെ നടപടി നിയമങ്ങൾക്ക് എതിരാണ്. താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനമാണ് പ്രാദേശിക ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം. മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ക്ലാസ് 1 ഓഫീസർക്ക് മലയോര മേഖലയിലേക്ക് DA മൈലേജ് അലവൻസിന്റെ എത്ര ശതമാനം എടുക്കാൻ അർഹതയുണ്ട്? ഉത്തരം 25%. കുടുംബ പെൻഷന് അർഹതയുള്ള നിയമപരമായ അവകാശികളെ സംബന്ധിച്ച വിശദാംശങ്ങൾ വിവരിക്കുന്നത്? ഉത്തരം ചട്ടം 90 6A പാർട്ട് 3 KSR. ഒരു സ്റ്റാഫ് നഴ്സിന്റെ യോഗ്യതാ സേവനം 9 വർഷവും 2 ദിവസവും ആയിരുന്നു. പെൻഷൻ അനുവദിക്കുന്ന അധികാരം 10 വർഷമാക്കി. ഇതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം ഇത് പ്രത്യേക റൗണ്ടിങ്ങിന്റെ ഉദാഹരണമാണ്. താഴെ പറയുന്ന സേവനങ്ങളിൽ പെൻഷൻ കണക്കാക്കാത്തത് ഏതാണ്? ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം. ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ പുതിയ വകുപ്പിൽ 2ാം ഇൻക്രിമെന്റ് അനുവദിക്കുന്നത്? ഉത്തരം പുതിയ വകുപ്പിൽ പ്രൊബേഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം. സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന ഒരു ജീവനക്കാരന് നൽകുന്ന പ്രതിമാസ അലവൻസ്? ഉത്തരം കമ്പാഷനേറ്റ്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ഒരു ജോയിന്റ് ഡയറക്ടർ 6 മാസത്തേക്ക് തുടർച്ചയായി മറ്റൊരു ഓഫീസിന്റെ അധിക ചുമതല വഹിക്കുന്നു. നൽകിയിരിക്കുന്ന ചാർജ് അധിക ചാർജാണ്. 6 മാസത്തെ ചാർജ് അലവൻസ് അദ്ദേഹം ക്ലെയിം ചെയ്യുകയും സുപ്പീരിയർ ഓഫീസർ അത് അനുവദിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം ചാർജ് അലവൻസ് പരമാവധി 3 മാസത്തേക്ക് പരിമിതപ്പെടുത്തിയതിനാൽ മേലുദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റാണ്. ഒരു സ്ഥലത്ത് 10 ദിവസത്തിൽ കൂടുതൽ നിർത്തുന്നതിന് DA അനുവദനീയമല്ല. ഈ പ്രസ്താവനയിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം യോഗ്യതയുള്ള ഉദ്യോഗസ്ഥന്റെ ശരിയായ അനുമതിയോടെ സ്വീകാര്യമാണ്. ഡെപ്യൂട്ടേഷന്റെ കാര്യത്തിൽ പെൻഷൻ കോൺട്രിബ്യൂഷന്റെ അടവ് ഇപ്രകാരമായിരിക്കണം. ഉത്തരം ഫോറിൻ എംപ്ലോയർ നൽകേണ്ട പരമാവധി ശമ്പള സ്കെയിലിന്റെ 15%. ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിലെ യാത്രകൾക്ക് സീലിംഗ് ലിമിറ്റ് എത്രയായി കുറയ്ക്കും? ഉത്തരം ഇവയൊന്നുമല്ല. ഒരു LDC 1/6/2006 സർവീസിൽ പ്രവേശിച്ചു. 1/9/2009 UDC ആയും 1/12/2014 HC ആയും സ്ഥാനക്കയറ്റം ലഭിച്ചു. 15 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ അദ്ദേഹം 2ാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിനായി അവകാശം ഉന്നയിച്ചു. അദ്ദേഹം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് യോഗ്യനാണോ? ഉത്തരം ഇല്ല, അദ്ദേഹം യോഗ്യനല്ല. ആരോഗ്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് യാത്ര ചെയ്തു. സഞ്ചരിച്ച മൊത്തം ദൂരം 175 കിലോമീറ്ററാണ്. അതിൽ 75 കിലോമീറ്റർ മലയോര മേഖലയിലൂടെയാണ് സഞ്ചരിച്ചത്. അദ്ദേഹം 175 കിലോമീറ്റർ ഹിൽ ട്രാക്ക് അലവൻസ് ലഭിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം മലയോര മേഖല അലവൻസ് 75 കിലോമീറ്ററിന് മാത്രമേ അനുവദനീയമാകൂ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ വിജയിക്കാതെ ഒരു LDCക്ക് ഫസ്റ്റ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നൽകി. ഇതിനെക്കുറിച്ച് ഉചിതമായ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരം അതെ, ഇത് അനുവദിക്കാൻ കഴിയും. ഒരു തസ്തികയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ലീൻ അവസാനിപ്പിക്കാൻ പാടില്ല.
ഉത്തരം അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ പോലും. കേരള സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് എത്ര തരത്തിലുള്ള യാത്രാ അലവൻസുകൾ ഉണ്ട്? ഉത്തരം 5 തരത്തിൽ. അനുകമ്പ അലവൻസ് അനുവദിക്കാൻ അർഹതയുള്ള അതോറിറ്റി. ഉത്തരം സർക്കാർ ജീവനക്കാരനെ പിരിച്ചുവിടാൻ അർഹതയുള്ള അതോറിറ്റി. KSRലെ ചട്ടങ്ങൾ ഒഴികെ ഏതെങ്കിലും അധികാരം അടിച്ചേൽപ്പിക്കാൻ ഉചിതമെന്ന് കരുതുന്ന ഏത് വ്യവസ്ഥയ്ക്കും വിധേയമായി സർക്കാരിന് അതിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് നൽകാവുന്നതാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ഫെബ്രുവരി 29 ആരംഭിക്കുന്ന 4 മാസ കാലയളവ് അവസാനിക്കുന്നത്. ഉത്തരം ജൂൺ 28. ഒരു ജീവനക്കാരനും നൽകുന്ന കമ്പാഷനേറ്റ് അലവൻസ് പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത തീയതിയിൽ വിരമിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ പെൻഷന്റെ എത്ര കവിയാൻ പാടില്ല? ഉത്തരം 2/3. കേരള സർവീസ് ചട്ടങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വകുപ്പുതല ജുഡീഷ്യൽ നടപടികളില്ലാതെ ഒരു ജീവനക്കാരനോ പെൻഷൻകാരനോ എതിരെ നിശ്ചയിച്ചിട്ടുള്ള ബാധ്യതകൾ അയാൾക്ക് ഇതിൽ നിന്ന് വീണ്ടെടുക്കാവുന്നതാണ്. ഉത്തരം ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുറ്റി. ഔട്ട് സ്റ്റേഷനിലെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനായി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് യാത്ര ചെയ്യേണ്ട ദൂരം എത്ര കിലോമീറ്ററിനുള്ളിൽ ആണെങ്കിൽ ഔദ്യോഗിക ഇടപാടുകൾ നടത്തേണ്ട ദിവസം തന്നെ തുടർന്നുള്ള യാത്ര നടത്തണം? ഉത്തരം 50 കിലോമീറ്റർ. ഫസ്റ്റ് ഗ്രേഡിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേക വാഹനത്തിൽ ഒരു ദിവസം 200 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുകയാണെങ്കിൽ 200-ലധികം കിലോമീറ്ററുകൾക്ക് അധികമായി അനുവദനീയമായ മൈലേജ് നിരക്ക് സാധാരണയായി അനുവദനീയമായതിനേക്കാൾ എത്രയായി കുറയും? ഉത്തരം 4/3 കുറയും. കേരള സർവീസ് ചട്ടങ്ങൾ പ്രകാരം പുതിയ റിക്രൂട്ട്മെന്റുകൾ വഴി ഡ്യൂട്ടിയിൽ ചേരുന്ന സമയത്ത് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററിക്കായി ഫോം നമ്പർ ഏത് പൂരിപ്പിച്ച ഒരു ഫോം ഹാജരാക്കണം? ഉത്തരം ഫോം 15. 50 ദിവസത്തെ പരിശീലനത്തിനായി ഒരു ഉദ്യോഗസ്ഥനെ ന്യൂഡൽഹിയിലേക്ക് നിയോഗിക്കുന്നു. അപ്പോൾ അയാൾക്ക് ഇനി പറയുന്ന നിരക്കിൽ ദൈനംദിന അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട്. ഉത്തരം ആദ്യത്തെ 30 ദിവസത്തേക്ക് ഫുൾ നിരക്കിലും അതിനുശേഷം നിരക്കിന്റെ 4/3. സർവീസിലെ തടസ്സത്തിന്റെ കാലയളവ് എത്ര കവിയുന്നുവെങ്കിൽ സർവീസിലെ അത്തരം തടസ്സത്തിന്റെ കാലയളവ് കണക്കാക്കുന്നതിന്റെ ആനുകൂല്യം തടസ്സപ്പെട്ട തീയതിക്ക് മുമ്പ് അദ്ദേഹം യഥാർത്ഥത്തിൽ സർവീസിലുണ്ടായിരുന്ന കാലയളവിലേക്ക് പരിമിതപ്പെടുത്തും. ഉത്തരം 1 വർഷം. വ്യക്തികളുടെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും ചെലവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുകയും എത്ര അധിക ചാർജ് ഈടാക്കുകയും ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അവർ ആരുടെ നേട്ടത്തിനായി ജോലി ചെയ്യുന്നുവോ അവർ വഹിക്കണം? ഉത്തരം 1/4. പാലക്കാട് കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഓഫീസിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ ഔദ്യോഗിക ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. 10/7/2023 രാവിലെ 10 മണിക്ക് ഡ്യൂട്ടി പോയിന്റിൽ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം 12/7/2023 വൈകുന്നേരം 4 മണിക്ക് സ്ഥലത്ത് നിന്ന് മടങ്ങി. അനുവദനീയമായ ദൈനംദിന അലവൻസ്? ഉത്തരം 2. ഒരു ഉദ്യോഗസ്ഥൻ 30/6/2023 സൂപ്പർ ആനുവേഷനിൽ വിരമിച്ചു. അദ്ദേഹം 1/6/2022 മുതൽ പ്രാബല്യത്തിൽ 77,200 രൂപ ശമ്പളം കൈപ്പറ്റുകയും 15/3/2023 മുതൽ 85,000 രൂപയും. അപ്പോൾ ജീവനക്കാരന്റെ ശരാശരി ശമ്പളം എത്രയാണ്? ഉത്തരം 76,968 രൂപ. ഡിപ്പാർട്ട്മെന്റൽ വാഹനങ്ങളിൽ യാത്ര നടത്തുമ്പോൾ എത്ര കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഇന്റർമീഡിയറ്റ് താമസങ്ങൾക്ക് ഹാഫ് ഡെയിലി അലവൻസ് അനുവദനീയമാണ്? ഉത്തരം 200 കിലോമീറ്റർ. ഓരോ സർക്കാർ ജീവനക്കാരനും പെൻഷനായുള്ള ഒരു ഔപചാരിക അപേക്ഷ സമർപ്പിക്കണം. ഉത്തരം ഫോം 11. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മുൻകാല പ്രാബല്യത്തോടെ പിരിച്ചുവിടുകയാണെങ്കിൽ? ഉത്തരം ഉപജീവന അലവൻസ് ഇതിനകം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ റിക്കവറി ആവശ്യമില്ല. ഒരു വനിതാ ഉദ്യോഗസ്ഥ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ ദത്തെടുക്കുകയും അവൾക്ക് അതിജീവിച്ച 2 കുട്ടികളുണ്ടെങ്കിൽ അവൾക്ക് ഒരു കാലയളവിലേക്ക് കുട്ടികളെ ദത്തെടുക്കൽ അവധി ലഭിക്കാനുള്ള അർഹത?
ഉത്തരം അർഹതയില്ല. ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലർക്കിന് 1/2/2022 27,900 രൂപ ശമ്പളം വാങ്ങുന്നു. മുകളിൽ തന്നിരിക്കുന്ന പേ സ്കെയിലിൽ സീനിയർ ക്ലർക്കായി സ്ഥാനക്കയറ്റം നൽകി. ഇവിടെ തന്നിരിക്കുന്ന പേ സ്കെയിലിൽ സ്ഥാനക്കയറ്റം ലഭിച്ചു. സ്ഥാനക്കയറ്റം ലഭിച്ച തസ്തികയിൽ അദ്ദേഹത്തിന്റെ ശമ്പളം 1/2/2023 എത്രയായിരിക്കും? ഉത്തരം 35,600 രൂപ. യാത്രാ അലവൻസ് ക്ലെയിം യാത്രകളുടെയും സ്റ്റോപ്പുകളുടെയും ആവശ്യകത, ആവൃത്തി, ദൈർഘ്യം എന്നിവ പരിശോധിക്കാനും ഏതെങ്കിലും യാത്രയ്ക്കോ സ്റ്റോപ്പുകൾക്കോ ക്ലെയിം ചെയ്ത യാത്രാ അലവൻസിന്റെ മുഴുവനായോ ഏതെങ്കിലും ഭാഗമായോ അനുവദിക്കാതിരിക്കാനും ആർക്കാണ് അധികാരം? ഉത്തരം കൺട്രോളിംഗ് ഓഫീസർക്ക്. ഒരു കോഴ്സ് പരിശീലനത്തിന് വിധേയനാകാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പരിശീലന കോഴ്സ് എത്ര മാസം കവിയുന്നുവെങ്കിൽ പരിശീലനം ഒരു നിശ്ചിത കേന്ദ്രത്തിലാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ ട്രാൻസ്ഫർ യാത്രകൾക്കുള്ള ചട്ടങ്ങൾ പ്രകാരം യാത്രാ അലവൻസ് നൽകുന്നതാണ്. ഉത്തരം 3 മാസം. ഒരു തസ്തികയിൽ നിന്നും വിരമിച്ച ശേഷം പുനർനിയമനം ചെയ്യപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം. ഉത്തരം വിരമിക്കൽ സമയത്ത് ലഭിച്ച ശമ്പളം മൈനസ് അടിസ്ഥാന പെൻഷൻ. അവധി തീരുന്നതിനു മുൻപ് ഒരു ഉദ്യോഗസ്ഥനെ നിർബന്ധമായും ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുകയും അതുവഴി അവധി ഡാഷിൽ കുറയാതെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചു വിളിക്കാനുള്ള ഓർഡർ തനിക്ക് ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് യാത്രയ്ക്കുള്ള മൈലേജ് അലവൻസ് എടുക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ട്. ഉത്തരം 1 മാസത്തിൽ കുറയാതെ. അനുബന്ധം 12A പാർട്ട് 2 KSR പ്രകാരം ഒരു ജീവനക്കാരന് അനുവദിക്കാൻ കഴിയുന്ന പരമാവധി അവധി കാലയളവ് 5 വർഷമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അത്തരം അവധി എത്ര മാസങ്ങൾക്കപ്പുറം നീട്ടാൻ പാടില്ല? ഉത്തരം 12 മാസം. കമ്മ്യൂട്ടേഷൻ അബ്സല്യൂട്ട് ആയ ദിവസമോ അതിനുശേഷമോ എന്നാൽ കമ്മ്യൂട്ടേഷൻ മൂല്യം ലഭിക്കുന്നതിന് മുൻപ് പെൻഷൻകാരൻ മരിക്കുകയാണെങ്കിൽ ഉത്തരം ഈ മൂല്യം അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് നൽകേണ്ടതാണ്. സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥന് താഴെ പറയുന്നവയ്ക്ക് തുല്യമായ അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട്. ഉത്തരം പകുതി അവധി ശമ്പളം. യാത്രാവേളയിൽ ഒരു ഉദ്യോഗസ്ഥന് സൗജന്യ താമസം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എത്ര നിരക്കിൽ അദ്ദേഹത്തിന് ദൈനംദിന അലവൻസ് ലഭിക്കും? ഉത്തരം 3/2 DA. 4/12/2022 ക്ലർക്കായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഒരു ഉദ്യോഗസ്ഥന് 2022 കലണ്ടർ വർഷത്തിൽ പരമാവധി എത്ര ക്യാഷ് അവധി നൽകാം? ഉത്തരം 20. എല്ലാ സബോർഡിനേറ്റ് ജീവനക്കാരുടെയും സേവന പുസ്തകങ്ങളുടെ വാർഷിക പരിശോധന പൂർത്തിയായതായി ഓരോ വകുപ്പ് മേധാവിയും എല്ലാ വർഷവും ഒരു വാർഷിക റിപ്പോർട്ട് സർക്കാരിന് അയക്കണം. ഉത്തരം ജൂൺ 1. ഫുൾ ടൈം കണ്ടീജന്റ് എംപ്ലോയീസിൽ നിന്നും സ്ഥിര തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർക്ക് തന്റെ ഫുൾ ടൈം കണ്ടീജന്റ് സർവീസിന്റെ എത്ര ശതമാനം പെൻഷൻ ആവശ്യത്തിനായി കണക്കാക്കാവുന്നതാണ്? ഉത്തരം 100%. എത്ര കിലോമീറ്ററിന് മേലുള്ള യാത്രകൾക്ക് തീവണ്ടിയോ വിമാനമോ റോഡ് മാർഗമോ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്താൽ ദിനബത്തയ്ക്ക് പകരമായി ദൂരബത്ത വാങ്ങാൻ അനുവദിക്കാവുന്നതാണ്? ഉത്തരം 32 കിലോമീറ്ററിന് മേലുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രൊബേഷൻ ആവശ്യത്തിനുള്ള യോഗ്യതാ സേവനമായി കണക്കാക്കുക? ഉത്തരം COVID-19 വേണ്ടിയുള്ള പ്രത്യേക ക്യാഷ് അവധി. തന്റെ പഴയ തസ്തികയുടെ ചുമതല ഏറ്റെടുത്തതിനു ശേഷവും തന്റെ പുതിയ തസ്തികയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപും അവധിയിൽ പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്റെ അവധി ആരംഭിക്കുന്നതിന് മുൻപോ ശേഷമോ ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചാലും തന്റെ പഴയ തസ്തികയിൽ നിന്ന് തന്റെ പുതിയ തസ്തികയിലേക്കുള്ള യാത്രയ്ക്കായി യാത്രാ അലവൻസിന് അർഹതയുണ്ട്. ഉത്തരം 4 മാസം. ഫോറിൻ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കുന്നത്? ഉത്തരം ഫോറിൻ എംപ്ലോയർ.
ആന്റിസിപ്പേറ്ററി പെൻഷൻ സർക്കാർ ജീവനക്കാരൻ വിരമിച്ച തീയതി മുതൽ എത്ര കാലയളവിലേക്ക് നൽകും? ഉത്തരം 6 മാസം. ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റ തീയതിക്ക് ശേഷം പുതിയ സ്റ്റേഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥനൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ പഴയ സ്റ്റേഷനിൽ നിന്ന് പുതിയ സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക് അവർക്ക് യാത്രാ അലവൻസിന് അർഹതയുണ്ട്. ഉത്തരം 6 മാസം. ഒഴിവുകാല വകുപ്പിലുള്ളവർ 2 മാസം ഒഴിവുകാലത്തിൽ 20 ദിവസം ജോലിക്ക് ഹാജരായാൽ എത്ര ദിവസത്തെ ഏൺ ലീവ് ലഭിക്കുന്നു? ഉത്തരം 10 ദിവസത്തെ. ഒരു ജീവനക്കാരന്റെ ബാധ്യതകൾ വിരമിക്കുന്നതിന് മുൻപോ ശേഷമോ കണക്കാക്കുകയും സാധ്യമെങ്കിൽ വിരമിക്കുന്നതിന് മുൻപോ വിരമിച്ചതിനു ശേഷമോ പെൻഷൻകാരനാകുന്ന എത്ര കാലയളവിനുള്ളിൽ അവനെ അറിയിക്കുകയും വേണം? ഉത്തരം 3 വർഷത്തിനുള്ളിൽ. ഒരു ഉദ്യോഗസ്ഥന് പരിക്കോ സമ്പർക്ക രോഗമോ ബാധിക്കുകയോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്കിടെ മരിക്കുകയോ ചെയ്യുമ്പോൾ നൽകുന്ന പെൻഷൻ? ഉത്തരം എക്സ്ട്രാ ഓർഡിനറി പെൻഷൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അധ്യാപകന്റെ ജന്മതീയതി 1/7/1968 ആണെങ്കിൽ അയാൾക്ക് എന്നുവരെ സർവീസ് തുടരാം? ഉത്തരം 30/6/2024 വരെ. ഡ്യൂട്ടി മാറ്റം ഉൾപ്പെടാത്ത സ്ഥാനക്കയറ്റങ്ങൾ ഒഴിവുള്ള തീയതി മുതലോ സ്ഥാനക്കയറ്റത്തിനുള്ള യോഗ്യത നേടിയ തീയതി മുതലോ ഏതാണ് പിന്നീട് വരുന്നത് അന്നത് പ്രാബല്യത്തിൽ വരും. എന്നാൽ സ്ഥാനക്കയറ്റത്തിന്റെ ഓർഡർ തീയതിക്ക് മുമ്പുള്ള പരമാവധി എത്ര കാലയളവിൽ മാത്രമേ ധനപരമായ ആനുകൂല്യം അനുവദനീയമാകൂ? ഉത്തരം 1 വർഷം. സർക്കാർ ജീവനക്കാരുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി അഡ്വാൻസ് ഇൻക്രിമെന്റ് നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവർ സൂക്ഷ്മ പരിശോധന നടത്തില്ല? ഉത്തരം ആഭ്യന്തര വകുപ്പ്. റോഡ് മാർഗമുള്ള പൊതുഗതാഗത യാത്രകൾക്ക് ഉദ്യോഗസ്ഥർക്ക് പണം നൽകും? ഉത്തരം യഥാർത്ഥ ബസ് ചാർജ് പ്ലസ് ഒരു ആകസ്മിക ചാർജ്. പെൻഷൻ അർഹതയുള്ള ഒരു ജീവനക്കാരൻ പെൻഷന് പകരം ഗ്രാറ്റുവിറ്റി എടുക്കാം. ഈ പ്രസ്താവന? ഉത്തരം തെറ്റ്. 10/1/2013 മുതൽ പ്രാബല്യത്തിൽ അനുവദിച്ച അവധി ആ തീയതി മുതൽ എത്ര വർഷം കഴിയുമ്പോൾ അവധി കമ്മ്യൂട്ടേഷന് അനുവദിക്കില്ല? ഉത്തരം 1 വർഷം. വിരമിക്കുമ്പോൾ ഫസ്റ്റ് ഗ്രേഡിലുള്ള ഒരു ജീവനക്കാരൻ തന്റെ വിരമിക്കൽ തീയതി മുതൽ എത്ര വർഷം കാലാഹരണപ്പെടും മുമ്പ് ഏതെങ്കിലും തൊഴിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം സ്വീകാര്യതയ്ക്ക് അദ്ദേഹം സർക്കാരിന്റെ മുൻകൂർ അനുമതി നേടണം? ഉത്തരം 2 വർഷം. താഴെ പറയുന്നവയിൽ ആരാണ് പൊതു താൽപര്യത്തിനായി സംസ്ഥാനത്തിന് പുറത്ത് അയൽ സംസ്ഥാനങ്ങളുടെ സമീപ ജില്ലകളിൽ യാത്ര ചെയ്യാൻ യോഗ്യമായത്? ഉത്തരം ജില്ലാ കളക്ടർമാർ. ഒഴിവില്ലാത്തതിനാൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അതേ തസ്തികയിലോ അതേ ടൈം സ്കെയിൽ ശമ്പളമുള്ള മറ്റൊരു തസ്തികയിലോ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് തന്റെ മുൻകാല സേവനം താഴെ പറയുന്ന ആവശ്യങ്ങൾക്ക് കണക്കാക്കാം? ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. അടിസ്ഥാന പെൻഷന്റെ എത്ര ശതമാനം വരെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത തുക മുൻകൂർ വാങ്ങാവുന്നതാണ്? ഉത്തരം 40% വരെ. നൽകേണ്ട കുടുംബ പെൻഷൻ അവസാനം വാങ്ങിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ 50%മോ അല്ലെങ്കിൽ സാധാരണ അനുവദനീയമായ കുടുംബ പെൻഷന്റെ ഡാഷ് മടങ്ങ് ഏതാണ് കുറവ് അത്? ഉത്തരം 1.5 മടങ്ങ്. ഒരു ജീവനക്കാരൻ എത്ര വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം എപ്പോൾ വേണമെങ്കിലും വിരമിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടാം? ഉത്തരം 30 വർഷം. എക്സൈസ് വകുപ്പിലെ ഒരു പ്രിവന്റീവ് ഓഫീസർക്ക് 140 ദിവസത്തേക്ക് ആശുപത്രി അവധി അനുവദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ അവധിക്കാലത്തെ ശമ്പളം എത്ര? ഉത്തരം ആദ്യത്തെ 120 ദിവസത്തേക്ക് ഏൺ ലീവ് ശമ്പളവും ബാക്കി കാലയളവിലേക്ക് ഹാഫ് പേ ലീവ് ശമ്പളവും. എത്ര കാലയളവ് തുടർച്ചയായി തങ്ങിയ ശേഷം തങ്ങുന്ന സ്ഥലം ഉദ്യോഗസ്ഥരുടെ താൽക്കാലിക ആസ്ഥാനമായി കണക്കാക്കും? ഉത്തരം 10 ദിവസം. ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതിനുള്ള ഇമോളുമെന്റ്സ് എന്ന പദത്തിൽ താഴെ പറയുന്നവ ഉൾപ്പെടും? ഉത്തരം വിരമിക്കൽ തീയതിയിലെ അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും.
സർക്കാർ സർവീസിൽ പ്രവേശിച്ച് 50 വയസ്സ് തികയാത്ത ഏതൊരു വ്യക്തിയും സർവീസിൽ പ്രവേശിച്ച തീയതി മുതൽ എത്ര മാസത്തിനുള്ളിൽ കാലാകാലങ്ങളിൽ സർക്കാർ നിർണ്ണയിക്കുന്ന നിരക്കിൽ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസിന്റെ ഔദ്യോഗിക ശാഖയിൽ ഒരു പോളിസി സബ്സ്ക്രൈബ് ചെയ്യണം? ഉത്തരം 1 മാസം. താഴെ പറയുന്നവയിൽ ആരാണ് ഒരു ജീവനക്കാരന്റെ സാധാരണ ഇൻക്രിമെന്റ് തടയാൻ യോഗ്യൻ? ഉത്തരം ഗവൺമെന്റ്. ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ കാറിൽ 2 ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഡ്യൂട്ടിയിൽ യാത്ര ചെയ്യുകയാണ്. 2 ഉദ്യോഗസ്ഥർക്കും യാത്രാ അലവൻസ് നൽകുന്നത് എങ്ങനെ? ഉത്തരം കാറിന്റെ ഉടമയായ ഉദ്യോഗസ്ഥന് ഒറ്റയ്ക്ക് യാത്ര ചെയ്തതുപോലെ പൂർണ്ണ യാത്രാ അലവൻസ് നൽകാം. മറ്റേ ഉദ്യോഗസ്ഥന് റൂൾ 107, 110 പാർട്ട് 2 KSR പ്രകാരം യാത്രാ അലവൻസ് എടുക്കാം. ഓരോ ഓഫീസ് മേധാവിയും ഒരു സർക്കാർ ജീവനക്കാരൻ സൂപ്പർ ആനുവേഷനിൽ വിരമിക്കാനിരിക്കുന്ന തീയതിക്ക് മുമ്പ് പെൻഷൻ പേപ്പറുകൾ തയ്യാറാക്കുന്ന ജോലി ഏറ്റെടുക്കണം. ഉത്തരം 1 വർഷം. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സ്ഥിരമായ യാത്രാ അലവൻസ് പ്രതിമാസം 330 രൂപയും 1 മാസത്തിൽ പര്യടനത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളുടെ എണ്ണം 15 ദിവസമാണ്. അദ്ദേഹം 1 മാസത്തിൽ 12 ദിവസം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ എങ്കിൽ സ്ഥിരമായ യാത്രാ അലവൻസിനുള്ള അർഹത. ഉത്തരം 264 രൂപ. ഡയസ്നോൺ കാലയളവ് താഴെ പറയുന്ന ഏതിനാണ് അനുവദിക്കാത്തത്? ഉത്തരം ഏൺ ലീവ്. 1/7/2019 GOP നമ്പർ 27/2021 ഫിൻ ഡേറ്റഡ് 10/2/2021 മുതൽ പ്രാബല്യത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം മിനിമം സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എത്ര രൂപയാണ്? ഉത്തരം മേൽപ്പറഞ്ഞവയൊന്നുമല്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു വനിതാ ഓഫീസർ 1/6/2023 FN ഡ്യൂട്ടിയിൽ ചേർന്നു. 1/5/2023 അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. അപ്പോൾ ആ ഓഫീസർക്ക് എത്ര ദിവസത്തെ പ്രസവാവധി ലഭിക്കാൻ അർഹതയുണ്ട്? ഉത്തരം 149 ദിവസത്തെ. വിരമിക്കലിനുള്ള തയ്യാറെടുപ്പിനായുള്ള അവധിയിൽ പോകുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ അത്തരം അവധി ഡാഷിൽ കൂടുതലാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കണം. ഉത്തരം 1 വർഷം. ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം ഗ്രൂപ്പ് എ ഓഫീസർമാരുടെ കാര്യത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള പരമാവധി പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ഡാഷ് ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം 2000 ആയി. ഒരു പുതിയ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ജോയിനിങ് സമയം കണക്കാക്കുന്നതിന് ഒരു തസ്തികയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ 2ാം തവണയും യോഗ്യമായ തയ്യാറെടുപ്പ് സമയം. ഉത്തരം തയ്യാറെടുപ്പ് സമയത്തിന് അർഹതയില്ല. റവന്യൂ വകുപ്പിൽ നിന്ന് 15 വർഷത്തെ സേവനത്തോടെ 31/5/2023 വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ അവസാന ശമ്പളം 31,100 രൂപ. അനുവദനീയമായ കുടുംബ പെൻഷന്റെ സാധാരണ നിരക്ക് ഇതായിരിക്കും. ഉത്തരം 11,500 രൂപ. കേരള സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് പെൻഷൻ കുറയ്ക്കുന്നതിനുള്ള അധികാരം ഇനി പറയുന്ന ആർക്കാണ് സർക്കാർ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളത്? ഉത്തരം ഒന്നുമില്ല. സർവീസിൽ നിന്ന് രാജിവെച്ച ഒരു ജീവനക്കാരന്റെ സർവീസ് ബുക്ക് രാജിവെച്ച തീയതി മുതൽ എത്ര വർഷങ്ങളോളം ഓഫീസ് മേധാവി സൂക്ഷിക്കേണ്ടതാണ്? ഉത്തരം 5 വർഷം. പിരിച്ചുവിടപ്പെട്ടതും പിന്നീട് തിരിച്ചെടുക്കപ്പെട്ടതുമായ ഒരു ജീവനക്കാരന്റെ സർവീസ് ബുക്ക് ആവശ്യപ്പെട്ടാൽ ഇനി പറയുന്ന വിലാസത്തിലേക്ക് തിരികെ നൽകണം. ഉത്തരം ഓഫീസ് മേധാവി. വിദേശത്ത് സേവനമനുഷ്ഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ നൽകേണ്ട അവധി ശമ്പളത്തിനോ പെൻഷനോ വേണ്ടിയുള്ള സംഭാവന ഓരോ കലണ്ടർ വർഷത്തിന്റെയും അവസാനം മുതൽ എത്ര ദിവസത്തിനുള്ളിൽ വർഷം തോറും നൽകാം? ഉത്തരം 10 ദിവസത്തിനുള്ളിൽ.
ഒരു വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരിക്കുന്ന ജീവനക്കാരുടെ കുടുംബത്തിന് മരണസമയത്ത് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിന് തുല്യമായ ഗ്രാറ്റുവിറ്റി എത്ര മാസം ലഭിക്കാൻ അർഹതയുണ്ട്? ഉത്തരം 2 മാസം. യാത്രാ അലവൻസ് ഇനി പറയുന്നവയ്ക്ക് അനുവദനീയമല്ല. ഉത്തരം സർക്കാർ സർവീസിൽ ആദ്യ നിയമനത്തിൽ ആരോഗ്യ സർട്ടിഫിക്കറ്റ് നേടുന്നതിനുള്ള യാത്രയ്ക്ക്. എത്ര വർഷങ്ങളോളം സേവനമനുഷ്ഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് വിരമിക്കൽ പെൻഷൻ നൽകാം? ഉത്തരം 20 years വിത്തൗട്ട് റൗണ്ടിംഗ്. അവധി ശമ്പള വിഹിതം മാതൃവകുപ്പിലെ ഡെപ്യൂട്ടേഷനിസ്റ്റ് തസ്തികയുടെ ശമ്പള സ്കെയിലിന്റെ ഡാഷ് ആയിരിക്കും? ഉത്തരം പരമാവധി 10%. ഒരു പെൻഷൻകാരൻ 15/5/2023 മരിച്ചു. അപ്പോൾ കുടുംബ പെൻഷൻ ആരംഭിക്കുന്നത്? ഉത്തരം 1/6/2023. പകുതി ശമ്പള അവധി കണക്കാക്കുന്നതിനായി പൂർത്തിയാക്കിയ സേവന വർഷങ്ങൾ കണക്കാക്കുന്നതിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഒഴിവാക്കുക? ഉത്തരം അനുബന്ധ 12A പ്രകാരം LWA KSR. ഒരു അവധിക്കാലത്തെ പെൻഷന് യോഗ്യതയില്ലാത്തതായി പ്രഖ്യാപിക്കാൻ യോഗ്യതയുള്ള അതോറിറ്റി ഡാഷ് ആയിരിക്കും? ഉത്തരം ഗവൺമെന്റ്. താഴെ പറയുന്ന കാലയളവിൽ കൺവേയൻസ് അലവൻസ് എടുക്കാൻ പാടില്ല. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം.